ഇതാണ് ഒരു സിനിമയുടെ പക്കാ വിജയം എന്നൊക്കെ പറയുന്നത്. കണ്ടവർ പറയണം, ഇതാണ് സിനിമ, ഇതാണ് ഒരു സിനിമയുടെ വിജയം. എന്താ കഥ, എന്താ അഭിനയം, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സിനിമാ ആസ്വാദകർക്ക് വലിയ സന്തോഷം തന്നെയാണ് നൽകുക. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച ചിത്രം തുടരുമിനും ഇതേ അഭിപ്രായമാണ് ഉടനീളം ലഭിക്കുന്നത്. സിനിമയുടെ മേക്കിങ്ങും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുകയാണ്. ഇത് ആരാധകരും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നതാണ്. സിനിമ റിലീസായതു മുതൽ പ്രേക്ഷകർ ഒരുപോലെ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ പഴയ ലാലേട്ടൻ തന്നെ. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വലിയ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രം കൂടിയാണ് തുടരും. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തിയത്. ഇത് ആരാധകർ അങ്ങ് ഏറ്റെടുത്തു. ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും അഭിപ്രായങ്ങൾ നേടുന്നുണ്ട്. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുന്ന ചിത്രം തന്നെയാണ് തുടരും. 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട 3ാമത്തെ സിനിമയായിരിക്കുകയാണ് ഇപ്പോൾ തുടരുമെന്ന നേട്ടമാണ് ഒടുവിലായി പുറത്തുവരുന്നത്. 66.2 ലക്ഷം പ്രേക്ഷകരാണ് ചിത്രം ഇതുവരെ കണ്ടിട്ടുള്ളത്. അതായത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ വിഭാഗത്തിൽ ഒന്നാമതായി നിൽക്കുന്നത് മോഹൻലാലിന്റെ തന്നെ നരസിംഹവും രണ്ടാമത് പുലിമുരുകനുമാണ്. കേരളത്തിൽ ഒരു സിനിമ 100 കോടി പിന്നിടുന്നതും ഇതാദ്യമായാണ്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോ വഴി 40 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. അത് മലയാളത്തിലെ തന്നെ രണ്ടാമത്തെ ഉയർന്ന ബുക്കിംഗ് നേടിയ ചിത്രമായി തുടരും മാറുന്നതിന് കാരണമായി. മഞ്ഞുമൽ ബോയ്സ് ആണ് 1-ാം സ്ഥാനത്തുള്ളത്. റിലീസ് ചെയ്ത് 20-ാം ദിവസമായ മെയ് 14-ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,89 ലക്ഷം രൂപ തുടരും നേടിയെന്നാണ് പറയുന്നത്. അതായത് ഒരു ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം തുടർച്ചയായി 20 ദിവസം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നിലനിർത്തിയ ചിത്രം എന്ന അപൂർവതയും തുടരും നേടിയിരിക്കുകയാണ്. ആഗോള കളക്ഷനിൽ 211 കോടി പിന്നിട്ട തുടരും ഗൾഫ് റിലീസിലൂടെ മാത്രം മെയ് 12 വരെ നേടിയത് 55 കോടിക്ക് മുകളിലാണ്. ആശീർവാദ് സിനിമാസ് ആണ് കേരളത്തിലും വിദേശത്തും ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായി മലയാള സിനിമയുടെ കളക്ഷൻ 500 കോടിക്ക് മുകളിലായിരുന്നു നാം കണ്ടത്. തിയേറ്ററിൽ നിറഞ്ഞോടുന്ന മോഹൻലാൽ ചിത്രം തുടരുമാണ് സിനിമാ ലോകത്തിന് ആശ്വാസമായി എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. ഏപ്രിൽ 25-ന് റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിലാണ് ഓടുന്നത്. തുടരും കഴിഞ്ഞ ദിവസം 200 കോടി ക്ലബിൽ പിന്നിട്ട വാർത്തയും ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.